ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് രണ്ട് ചാപ്റ്റർ കൂടിയേ ബാക്കിയുള്ളൂ. ലാസ്റ്റ് മൊഡ്യൂളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 ചാപ്റ്റർ കൂടിയേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ അതിന് ഡൗട്ട് ചോദിച്ച് വിളിക്കാറുണ്ട്, റെസ്പോൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ ചില ആൾക്കാർ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ റെസ്പോൺസ് ഇല്ലാത്തവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിവേ, എക്സാം പോസ്റ്റ്പോൺ ചെയ്തു വിചാരിച്ചിട്ട് ക്ലാസ് കേൾക്കാതിരിക്കേണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളത് ചെയ്തോളാം. എക്സാം പോസ്റ്റ്പോൺ ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് റീസണാക്കി എടുക്കണ്ട. കാരണം ഈ ഒരു ഇയർ കൊണ്ട് നിങ്ങൾ ഇനിയിപ്പം 3 സെം എക്സാം എഴുതിയെടുക്കേണ്ട. അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രൊജക്റ്റ് വർക്കുകളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ഈ ഡെയിലി കിട്ടുന്ന ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും അതേപോലെ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള 2 ചാപ്റ്റർ കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതിലാദ്യം പ്രോബ്ലം കാര്യമായിട്ട് അങ്ങനെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. കുറച്ച് ചെറിയ ഇൻ കേസ് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാൻ പറ്റുന്ന ചെറിയൊരു പ്രോബ്ലം അത്രയേ വരുന്നുള്ളൂ. അപ്പോൾ നോക്കുക, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്താണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് എന്തെങ്കിലും ഒരു ഗുഡ്സ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗുഡ്സ് എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എന്താ പറയുക എഫേർട്ട് അല്ലെങ്കിൽ സർവീസസ്, അതിനെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ സർവീസ് ഓർ ഫങ്ഷൻ. ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമുക്ക് വരുന്ന കോസ്റ്റ്, അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്നൊക്കെ ഇതിനെ പറയും. അതായത് ഇറ്റ് ഈസ് എ കോസ്റ്റിംഗ് പ്രൊസീജിയർ യൂസ് ഫോർ ഡിറ്റർമിനിങ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് സർവീസ് റെൻഡേഡ്. നമ്മൾ ചെയ്യുന്ന സർവീസിൻ്റെ മുകളിൽ എത്ര പെർ യൂണിറ്റ് നമ്മൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് കോസ്റ്റ് ചിലവാക്കി എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനിവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നോക്കുക. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ കൺസേൺസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസസ് റെൻഡറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ പ്രപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ജനറലി ഹയർ. ഇവിടെ നമ്മുടെ രണ്ട് കോസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും 2 ഡിഫറൻസ് നിങ്ങൾ കേട്ടത് ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് വിച്ച് ഈസ് പെർമനൻ്റ്, അല്ലേ, സ്ഥിരമായിട്ട് നിൽക്കുന്ന, ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന കോസ്റ്റ്, അതിനാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. മറ്റേത് ഡൈനാമിക് ആണ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ ഈസ് ഹയർ. ദെൻ നോ പ്രോബ്ലം റിഗാർഡിങ് വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓർമ്മയില്ലേ, നമുക്ക് ആ പ്രൊഡക്ഷൻ സ്റ്റേജ് റോ മെറ്റീരിയൽ സ്റ്റേജ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് പ്രോസസ് സ്റ്റേജ്, അല്ലേ? അവിടെ നമുക്ക് ഒരു എന്താ പറയുക, നോ പ്രോബ്ലം റിഗാർഡിങ് വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ഇഷ്യൂസും വരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ. അപ്പോൾ നമുക്ക് അവിടെ ഇഷ്യൂസ് വരുന്നില്ല എന്ന്. ദെൻ 4th പോയിന്റ്, യൂണിഫോം സർവീസസ് ആർ റെൻഡേർഡ് ടു ഓൾ കസ്റ്റമേഴ്സ്. എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂണിഫോം ആയിട്ടുള്ള സർവീസസ് ആണ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും എന്തൊക്കെയാണ് നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫിക്സഡ് ചാർജ് ഉണ്ടാവും, അതേപോലെ മെയിൻ്റനൻസ് ചാർജുകൾ ഉണ്ടാവും, പിന്നെ അതിൽ എന്താ പറയുക ഓപ്പറേറ്റിംഗ് ചാർജുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ചാർജുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് എ സർവീസ് ഓർ ഫംഗ്ഷൻ. സർവീസ് ഓഫ് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കോസ്റ്റിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റിൻ്റെ വാല്യൂ ഇതിൽ കൂടുതലായിരിക്കും. വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യാൻ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ദെൻ ഓൾ കസ്റ്റമേഴ്സ് റിക്വയർ ദ യൂണിഫോം സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് കോസ്റ്റ് ഫോർ
അസർട്ടൈനിങ് സർവീസ് ഓർ റെൻഡറിങ് സർവീസ് ഓർ ഫംഗ്ഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ്. നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് എത്രയാണ് അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ടു പ്രൊവൈഡ് കോസ്റ്റ് ഇൻഫർമേഷൻ, കോസ്റ്റിൻ്റെ ഇൻഫർമേഷൻ, കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് അല്ലെങ്കിൽ പേർപ്പസിന് വേണ്ടി മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. ടു കൺട്രോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ എന്താ പറയുക സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് യൂസ് ചെയ്യുന്നു. ടു എലിമിനേറ്റ് വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം ഓരോ കോസ്റ്റും ഓരോ സർവീസസിൻ്റെയും കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് മാക്സിമം അവിടെ റിസോഴ്സസ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാം. ടു മെഷർ എഫിഷ്യൻസി ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കാരണം അവർ എത്രത്തോളം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ സർവീസിൽ വരുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫിഷ്യൻസി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 6 എണ്ണമാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇനി ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എന്താ പറയുക ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ഉണ്ട്, പവർ ഹൗസ് കോസ്റ്റിംഗ് ഉണ്ട്, ഹോട്ടൽ കോസ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് എന്താ പറയുക കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ സിലബസിലുള്ള വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ ഏത് വേയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന 4 പോയിൻറ്റ്സ്. ഫസ്റ്റ് വൺ നോക്കുക, കളക്ഷൻ ഓഫ് കോസ്റ്റ്. ഏതൊക്കെ കോസ്റ്റുകളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കളക്ട് ചെയ്യുക. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ നിങ്ങൾക്കറിയാം എന്താ അവിടെ വരുന്ന കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എത്ര ട്രിപ്പ് വണ്ടി പോയിട്ടുണ്ട് അല്ലേ, അതിൻ്റെ റണ്ണിങ് ടൈം എത്രയാണ്, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, ആ വണ്ടിക്ക് വരുന്ന മൈലേജ് എത്രയാണ്, അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് എത്ര വന്നു എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുക. ഇതാണ് കളക്ഷൻ ഓഫ് കോസ്റ്റിൽ വരുന്നത്. രണ്ടാമത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ക്ലാസിഫിക്കേഷൻ നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പിലാണ് വരുന്നത്. അതായത് സ്റ്റാൻഡിങ് ചാർജും ഓപ്പറേറ്റിംഗ് ചാർജും മെയിൻ്റനൻസ് ചാർജും. ഈ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡിങ് ചാർജിൽ വരുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം വരുന്നുണ്ട്, പിന്നെ അതിൽ സൂപ്പർവൈസറിൻ്റെ സാലറി, ഡ്രൈവർക്ക് കൊടുക്കുന്ന സാലറി, ക്ലീനർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഓഫീസ് എക്സ്പെൻസ്, ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ അതായത് സ്റ്റാൻഡിങ് ചാർജിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ചാർജ് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ചാർജ്. ഓപ്പറേറ്റിംഗ് ചാർജിൽ ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ചാർജ്. ആ വെഹിക്കിളിൽ എന്ത് വരാം, ഡിപ്രീസിയേഷൻ വരാം അല്ലേ, അതിന് ഓയിൽ വേണം, പിന്നെ അതിന് എന്താ പറയുക ഗ്രീസ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന ചിലവുകൾ അതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ചാർജിൽ എഴുതുക. പിന്നെ അതിൽ കോസ്റ്റിൽ വരുന്ന മൂന്നാമത്തെ ചാർജാണ് മെയിൻ്റനൻസ് ചാർജ്. അപ്പോൾ ആ വണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ടയർ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ടയർ മാറ്റണം, അതിനെന്തെങ്കിലും റിപ്പയർ കംപ്ലൈൻറ്റുകൾ വന്നാൽ റിപ്പയർ വർക്ക് ചെയ്യണം, അതിന് സ്പെയർ പാർട്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ആക്സസറീസ്, പിന്നെ അതിന് ക്ലീൻ ചെയ്യണം വണ്ടി, അതിന് പെയിൻറ്റിങ് ഒക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ചാർജുകൾ വരുന്നതാണ് നമുക്ക് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനായ മെയിൻ്റനൻസ് ചാർജിൽ. ഇങ്ങനെയാണ് ഈ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് സ്റ്റാൻഡിങ് ചാർജ്, ദെൻ അതിൽ വരുന്ന ഓപ്പറേറ്റിംഗ് ചാർജ്, ദെൻ മെയിൻ്റനൻസ് ചാർജ്, ഇങ്ങനെ 3 ടൈപ്പ് ചാർജുകൾ. അപ്പോൾ ആദ്യം കളക്ഷൻ ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പോയിന്റ് ആണ് സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് യൂണിറ്റ് ഏതാണോ അത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കമ്പനിയിൽ വരുന്ന വെഹിക്കിൾസിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്താ ചെയ്യുക, നമ്പർ ഓഫ് വെഹിക്കിൾസ്, എത്ര വെഹിക്കിൾസ് ഉണ്ടോ ആ കമ്പനിയിൽ ഇൻറ്റു അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, ഇൻറ്റു അതിൻ്റെ കിലോമീറ്റർ, എത്ര കിലോമീറ്റർ അത് റൺ ചെയ്തിട്ടുണ്ട്, എത്ര ദിവസം പോയിട്ടുണ്ട്, അതിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട്, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അപ്രോപ്രിയേറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ അതാണ് തേർഡ് പോയിന്റ്, സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്. ദെൻ നാലാമത്തെ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ചാർജസ് ഇല്ലേ, ആ ചാർജസ് 3ൻ്റെയും ഡിവിഷന് ഇത് ടോട്ടൽ ചെയ്യുക, അത്രയേ ചെയ്യേണ്ടതുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണമാണ് നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റിംഗ് മാത്രമല്ല, ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റിംഗ് ഉണ്ട്, പവർ ഹൗസ് കോസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ടുള്ള കോസ്റ്റിംഗ് ഉണ്ട്. പക്ഷേ നമുക്ക് നോക്കാനുള്ളത് ഏതേ ഉള്ളൂ, ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നുകൂടെ പറയാം.
കളക്ഷൻ ഓഫ് കോസ്റ്റ് ഏതൊക്കെയാണോ വരുന്നത് അത് കളക്ട് ചെയ്യുക. ദെൻ അതിന് വരുന്ന ക്ലാസിഫിക്കേഷൻ, 3 ക്ലാസിഫിക്കേഷനായിട്ട് കോസ്റ്റ് ഇങ്ങനെ തിരിക്കുക. സ്റ്റാൻഡിങ് ചാർജ്, മെയിൻ്റനൻസ് ചാർജ്, ദെൻ അതിൽ മൂന്നാമതായിട്ട് വരുന്ന ഓപ്പറേറ്റിംഗ് ചാർജ്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ട് തിരിക്കുക. ദെൻ തേർഡ് പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യമുള്ളൂ. ഓക്കെ, അതൊന്ന് നല്ലോണം ഒന്ന് നോക്കാം.